കഴിഞ്ഞ ദിവസമാണ് കായംകുളത്ത് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ലിജു പൊട്ടിക്കരഞ്ഞത്. അതായത് എന്നെ ഇത്തവണ നിങ്ങൾ തോൽപ്പിക്കരുത്, ഞാൻ കുറേ നാളായി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം വീണ്ടും കരയേണ്ടി വരുമോ? തീർച്ചയായിട്ടും വീണ്ടും കരയേണ്ടി വരുന്ന സാഹചര്യം അല്ലെങ്കിൽ തന്നെ അവിടെ ഉണ്ട്. ഒന്നാമത്തത് ലിജുവിനെ അവിടെ പ്രഖ്യാപിക്കാൻ തന്നെ വളരെ വൈകി. വളരെ കുറഞ്ഞ സമയം മാത്രമേ അദ്ദേഹത്തിന് പ്രചരണത്തിന് വേണ്ടി കിട്ടിയുള്ളൂ. അതിനു മുമ്പ് വരെ യഥാർത്ഥത്തിൽ ലിജു ഫോക്കസ് ചെയ്തിരുന്ന മണ്ഡലം എന്ന് പറയുന്നത് അമ്പലപ്പുഴയാണ്. പിന്നെ ലിജുവിന് തന്നെ വലിയ കൺഫ്യൂഷനാണ്. കാരണം അമ്പലപ്പുഴയിൽ നിന്നാൽ ജയസാധ്യത കുറവാണ്. അതുകൊണ്ട് കുട്ടനാട്ടിൽ പോയി മത്സരിക്കണം എന്ന് പറയുന്ന ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലെത്തിയപ്പോഴാണ് ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ വന്നപ്പോൾ മറ്റേ പേരുകൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നല്ലോ ഹൈക്കമാൻഡ്. അപ്പോൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ തൃപ്പൂണിത്തുറ വേണോ കായംകുളം വേണോ എന്ന് പറയുന്ന വലിയ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷനുകൾക്കൊക്കെ ശേഷമാണ് കായംകുളത്തേക്ക് ലിജു എത്തിപ്പെടുന്നത്. അപ്പോൾ ലിജു എത്തിപ്പെട്ടപ്പോൾ പോലും ലിജുവിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഒരു UDF അനുകൂല തരംഗമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ജയിക്കാം. പിന്നെ അവിടെ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത ചില പ്രത്യേകതകൾ കായംകുളത്തിനുണ്ട്. കാരണം പ്രതിഭയാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. അപ്പോൾ പ്രതിഭയ്ക്ക് അവിടെ പാർട്ടിക്കകത്ത് തന്നെ വലിയ വിമർശനങ്ങളും വോട്ട് പറിക്കലും ഒക്കെ നേരിടേണ്ടി വരും. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് ജയിക്കാൻ കെൽപ്പുള്ള ഒരാൾ കൂടിയാണ് പ്രതിഭ ഹരി എന്ന് പറയുന്നത്. കാരണം അത്ര വലിയ ബന്ധം ഈ കഴിഞ്ഞ 2-3 തവണ അവർ മത്സരിക്കുന്ന അത്ര സമയം കൊണ്ട് അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ ബന്ധം പ്രതിഭ ഹരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും വലിയ തോതിൽ ഒരു എതിർപ്പ് നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് പ്രതിഭ ഹരി. ആ പ്രതിഭയെ ഇത്തവണ മാറ്റും എന്നൊക്കെ ചില കേൾവികളുണ്ടായിരുന്നു. പക്ഷെ മാറ്റിക്കൊണ്ട് വേറെ ആരെങ്കിലും അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കണ്ടെത്താനുള്ള ചില ആലോചനകളൊക്കെ തന്നെ നടന്നിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷെ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഒരു മുസ്ലിം ലീഗ് നേതാവ് പ്രതിഭ ഹരിക്കെതിരെ ഒരു ഭയങ്കരമായിട്ടുള്ള പരാമർശം നടന്നിരിക്കുകയായിരുന്നു. അതായത് അവരുടെ ശരീരത്തിൻ്റെ അഴക്, വാക്ചാതുര്യം ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് യാതൊരു വികസന പ്രവർത്തനങ്ങളും ചെയ്യാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് ശരീരത്തിൻ്റെ അഴക്. അപ്പം അത് അവരിപ്പം പ്രതിഭ പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ ദിവസം ലിജു പൊട്ടിക്കരഞ്ഞു, ഇപ്പം പ്രതിഭ പൊട്ടിക്കരഞ്ഞു. അപ്പം ലിജു യഥാർത്ഥത്തിൽ കരയേണ്ടി വരും. തീർച്ചയായിട്ടും ലിജുവിനെ കരയിപ്പിക്കാനാണ് ഈ മുസ്ലിം ലീഗ് നേതാവിൻ്റെയൊക്കെ ശ്രമം. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇനി മുസ്ലിം ലീഗ് നേതാവിനോട് ചിലപ്പോൾ പ്രതിഭ തന്നെ പറഞ്ഞിട്ടുണ്ടോ, 2 പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുക. കാരണം അത്രമാത്രം വിഡ്ഢിത്തമാണ്. ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ തമാശക്ക് പറഞ്ഞാണ്, പ്രതിഭ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അത്രമാത്രം വലിയ വിഡ്ഢിത്തമാണ് ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അതും ഒരു UDFൻ്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. UDFൻ്റെ പൊതുയോഗമാണ്, അല്ലാതെ മുസ്ലിം ലീഗിൻ്റെ പോലുമല്ല. ആ പൊതുയോഗത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് വാക്ചാതുരി കൊണ്ടും ശരീര അഴക് കൊണ്ടും എന്ന് മാത്രമല്ല ഗൗതം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് വിൽപ്പനക്ക് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്ഥാനാർത്ഥിത്വം നേടിയിട്ടുള്ളതെന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം അധിക്ഷേപകരമായിട്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയേക്കണതെന്നൊന്ന് ആലോചിക്കണം. എന്നിട്ട് അദ്ദേഹം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രസംഗവും കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. നമുക്ക് ഇത് കേട്ടപ്പോൾ തന്നെ മതിയായി, ഇനി മുഴുവൻ പ്രസംഗവും കേൾക്കാനുള്ള സമയം. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇയാള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണ്, പക്ഷെ വെറും വൃത്തികേടാണ്. പിന്നെ ഗൗതം അറിയേണ്ടത്, ഈ പറയുന്ന രീതിയിലുള്ള പരിഹാസങ്ങളൊക്കെ കേൾക്കുന്നത് ആദ്യമായിട്ടല്ല കേട്ടോ. എന്നാൽ ഞാനടക്കമുള്ള ആളുകൾ ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഭ ഹരിയെക്കുറിച്ച് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരള സംസ്ഥാന അസംബ്ലി നിയമസഭയിലേക്ക് ആദ്യമായിട്ട് ലെഗിങ്സ് ഇട്ട് കയറിയ ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്രം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് സാരി ഉടുക്കാതെ ലെഗിങ്സ് ഒക്കെ ഇട്ട് ആദ്യമായിട്ട് കയറിയ ഒരാളാണ് എന്നുള്ള ആൾക്കുള്ള പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഭർത്താവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഹരി എന്ന് പറയുന്ന അദ്ദേഹവും CPMൻ്റെ നേതാവായിരുന്നു. മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാമല്ലോ, അവരുടെ ഒരു മകൻ മറ്റേ ഒരു കൂട്ടം കുട്ടികളുടെ അടക്കം പെട്ടുപോവുകയും അവർ കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ളതിലൊക്കെ ഒരു പേരുണ്ടാവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പരാമർശങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കേട്ടതിൻ്റെ ഏറ്റവും ഒടുവിലത്തേതാകട്ടെ ഇത് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് പക്ഷെ നടത്തിയേക്കുന്നത് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഈ പറഞ്ഞ ഡയലോഗാണ് പുള്ളി നടത്തിയത്. മുസ്ലിം ലീഗ് നേതാവ് റിയാസും വീണയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ നടത്തിയ പരാമർശം ഓർമ്മയുണ്ട്. അത് കോഴിക്കോടാണ്. കോഴിക്കോട്. പിന്നെ അതിൽ എനിക്ക് ആകെയുള്ളത് മുസ്ലിം ലീഗ് ഒരു മാന്യത കാണിച്ചു. മുസ്ലിം ലീഗ് പിറ്റേ ദിവസം രാവിലെ തന്നെ, കാരണം മുസ്ലിം ലീഗ് അങ്ങനെയുള്ള കാര്യമൊന്നും നടത്താറില്ല. മുസ്ലിം ലീഗ് എന്ത് ചെയ്തു, അതിന് പൊതുവായിട്ട് മാപ്പ് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരാമർശങ്ങളും കമൻറ്റുകളും ഒക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ളത് എന്ത് ചെയ്താണ്, ഇപ്പോൾ ഇയാളെ പോലെ ഒരാൾ പുറത്ത് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഇത് പ്രതിഭ ഹരി കേസ് കൊടുക്കുകയും ഇന്ന് രാത്രി തന്നെ ഇയാൾ തൂക്കി ഒരു 5-8 ദിവസമെങ്കിലും ഈ പറഞ്ഞ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട കഴിക്കാനുള്ള അവസരം പുള്ളിക്ക് സൃഷ്ടിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ പുള്ളിക്കൊരു മയം വരും. അല്ലാതെ ഇതുപോലെയുള്ള വൃത്തികേടും വിവരക്കേടും ഒക്കെ പറയരുത്. പിന്നെ ഗൗതം രണ്ടാമതൊരു കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. പ്രതിഭ ഹരി എന്ന് പറയുന്നത് നിലവിൽ അവിടുത്തെ MLA ആണ്. 2 തവണ അവിടെ നിന്ന് ജയിച്ച ഒരാളാണ്.
അല്ലാതെ അവർ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മത്സരം ജയിച്ച ഒരാളാണ്, പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. ഇങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വളരെ ചെറുപ്പം മുതലേ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അല്ലാതെ അവര് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ എന്താ തോന്നുന്നത്, ഈ സ്ഥാനാർത്ഥിത്വം ഇപ്പൊ ഈ തവണത്തേക്ക് പെട്ടെന്ന് കിട്ടിയതാണ്. ഇനി ഇങ്ങനെയുള്ള ഒരാള് ഇപ്പൊ പ്രതിഭക്ക് ഇതാണ് കിട്ടിയതെന്ന് പറയുമ്പോഴേക്കും, പ്രതിഭക്ക് എത്ര വയസ്സുണ്ടെന്ന് ഗോത്തിനറിയോ? അപ്പൊ ആ പ്രായമുള്ള, അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ്, ഒരു വനിതയാണ്. അപ്പൊ അവരെ യഥാർത്ഥത്തിൽ ഇനി ബാക്കിയുള്ള യുവരക്തങ്ങൾക്കൊക്കെ സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ഇയാൾ എന്തായിരിക്കും ചിന്തിക്കുക? എന്തൊരു, ശരിക്കും പറഞ്ഞാൽ ഇയാളെ നമ്മളിപ്പോ അങ്ങനെ പറയണത് ശരിയല്ല, പക്ഷെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ വിളിച്ചു നിർത്തി എന്ത് ചെയ്യേണ്ടതാണ്, കർണക്കുരുക്കിട്ട് അടിക്കേണ്ട ഭർത്താവിനാണ് പുള്ളി പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിപ്പോ പ്രതിഭയോടായതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും വലിയ ചൂടുണ്ടാവില്ല. അതേസമയം ഏതെങ്കിലും UDF കാൻഡിഡേറ്റ് ഇടതുപക്ഷത്തു നിന്നാണ്, LDF നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായെങ്കിൽ വലിയ വിപ്ലവകരമായിട്ടുള്ള ചോദ്യങ്ങളും പറച്ചിലുകളും മറ്റേ മീഡിയ ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം UDF കാൻഡിഡേറ്റ് ആയിട്ടുള്ള ലിജു വിതുമ്പി എന്നെ ഒന്ന് തോൽപ്പിക്കരുത്, വിജയിപ്പിച്ചു. സത്യത്തിൽ ഇന്ന് പ്രതിഭ വിതുമ്പി. അപ്പൊ ഇത് രണ്ടും കൂടി ഈ വിതുമ്പലിന്റെ ഒരു ഒറ്റ ദിവസത്തിൽ ഇതൊക്കെ സംഭവിക്കും. പ്രതിഭ ഗൂഢാലോചന ഉണ്ടോ? ഒരു ഗൂഢാലോചന ഉണ്ടാകാൻ എനിക്കറിയില്ല, ചിലപ്പോൾ അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഞാനത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പ്രതിഭ വിതുമ്പിയത് ജനം കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കും. മിക്കവാറും ലിജു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നുകൂടി വിതുമ്പേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലിജുവിന് സത്യത്തിൽ അവിടെ ഇത്തവണ ജയിക്കാനുള്ള ഒരു സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഈ മുസ്ലിം ലീഗിന്റെ നേതാവൊക്കെ കുറച്ചും കൂടി ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും. പണ്ട് മറ്റേ പിണറായി വിജയൻ വന്ന് പരനാറി എന്നൊക്കെ വിളിച്ചപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിലും പ്രേമേന്ദ്രൻ ജയിക്കുമായിരുന്നു, അവിടെ MA ബേബി ആയിട്ട് മത്സരിക്കും. MA ബേബി തോക്കാനുള്ള ഒരു കാരണങ്ങളിലൊന്ന് അത്തരത്തിലുള്ള ഒരു കാര്യം വിളിച്ചതാണ്. അപ്പൊ അതുപോലെയുള്ള കാരണങ്ങളൊക്കെ വിളിച്ചാൽ അത് വളരെ സന്തോഷകരമായിട്ടൊന്നും ജനങ്ങളെ ഏറ്റെടുക്കും, കായം കൊടുത്ത് എന്നുള്ളതൊന്നും വിചാരിച്ചു കളയും. നമുക്ക് അറിയേണ്ടത് ലിജു വന്നിട്ട് യഥാർത്ഥത്തിൽ മാപ്പ് പറയാണ് വേണ്ടത്. അല്ല, ലിജു ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ലിജുവിനെ നമുക്കറിയാവുന്ന ഒരാളാണ്. ലിജു വളരെ കൃത്യമായി ഇപ്പൊ തന്നെ ലിജു തലയെ കൈവച്ച് പോയിട്ടുണ്ടാവും. ലിജു ഇന്ന് വൈകുന്നേരം തന്നെ, ഇപ്പൊ 1 മണിക്കൂർ വൈകാതെ തന്നെ മാപ്പ് പറയാൻ ലിജു തയ്യാറായിരിക്കും. കാരണം ലിജുവിനെ സംബന്ധിച്ച് ലിജു ഇപ്പൊ ജയിച്ചാലും തോറ്റാലും ഒന്നും ഇത് ഓൺ ചെയ്യുന്ന ഒരാളല്ല. കാരണം ലിജു ഈ G സുധാകരനുമായിട്ടുള്ള ബന്ധമൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് G സുധാകരനോട് മത്സരിച്ചുകൊണ്ടിരുന്നപ്പോഴും അവിടെ നേതാവായിരുന്നപ്പോഴും ഒക്കെ തന്നെ അത്തരം ആളുകളോടൊക്കെ വളരെ മര്യാദയോടുകൂടിയുള്ള ബന്ധം സൂക്ഷിക്കുകയും ആളുകളോടൊക്കെ തന്നെ വളരെ നന്നായി പെരുമാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏതാണ്ട് ഫുൾ ടൈം തന്നെ ആലപ്പുഴയിലുണ്ടായിരുന്നു. ആലപ്പുഴയിലുണ്ടായപ്പോൾ ലിജുവുമായിട്ട് പലതവണ നമ്മൾ ഈ പറയുന്ന നാസറായിട്ടും ലിജുവുമായിട്ടും ഒക്കെ തന്നെ കളക്ടറേറ്റിൽ വെച്ച് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ കാണുമ്പോൾ ലിജു നന്നായി പെരുമാറുന്ന സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ലിജുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വളരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാണ് ലിജു എന്ന് പറയുന്നത്. സത്യത്തിൽ കോൺഗ്രസിന് പോലും ലിജുവിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ലിജു DC പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ലിജു സംഘടന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതായത് KPC പ്രസിഡന്റ് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തായിരുന്നു K സുധാകരൻ എഴുതുന്നപ്പോൾ. അതിനുശേഷം K സുധാകരന് ആ ടീമിനെ ഒറ്റടിക്കാൻ അങ്ങനെ എടുത്ത് കളഞ്ഞപ്പോഴേക്കും പിന്നെ ലിജുവിന് തൊഴിലില്ലാതെ. അപ്പൊ ലിജു യഥാർത്ഥത്തിൽ ലിജുവോടെ മത്സരിച്ച് ജയിക്കേണ്ട ഒരാളാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, എൻ്റെ വിചാരം എന്ന് പറയുന്നത്. ആഗ്രഹവും അത് തന്നെയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ പ്രതിഭക്ക് വലിയ തോതിലുള്ള ജനങ്ങളുമായിട്ടുള്ള അടുപ്പമുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഭാഗത്ത്. പാർട്ടിക്കാരുടെ അടുത്ത് അത്രത്തോളം ഇല്ല, പക്ഷെ പാർട്ടിക്കുള്ളിൽ തന്നെ ചില DYFI നേതാക്കളൊക്കെ ആയിട്ട് വലിയ ഫൈറ്റിലാണ്. പക്ഷെ എങ്കിൽ പോലും പൊതുജനങ്ങളുമായി വലിയ ബന്ധമുണ്ട്. ഇനി ഇത്തരത്തിലുള്ള പ്രചരണം കൂടിയാവുമ്പോൾ ലിജുവിൻ്റെ കാര്യം എന്ത് ചെയ്ത് കിട്ടും, തീരുമാനമാവും.